1986 തമിഴ് സിനിമയെ ഇളക്കിമറിച്ച ചിത്രമാണ് മുക്ത എസ് സുന്ദർ സംവിധാനം ചെയ്ത കോടൈ മഴൈ. കോടൈ മഴൈ എന്ന ചിത്രത്തിലൂടെ വിദ്യ എന്ന ഒരു നടി പ്രവേശനം ചെയ്തു. ആന്ധ്രാപ്രദേശുകാരിയായ വിദ്യ വിദ്യ കോടൈ മഴൈ എന്ന ചിത്രത്തിലൂടെ നായികയായപ്പോൾ പിന്നീട് തമിഴ്നാട്ടിൽ അവർ അറിയപ്പെട്ടത് കോടൈ മഴൈ വിദ്യ എന്നായിരുന്നു. അവർ നടിയാണ്, അതിലുപരി നർത്തകിയാണ്. പിന്നീട് അങ്ങോട്ട് കുറേ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. വിജയകാന്തിൻ്റെ പൊന്മന ശെൽവൻ അടക്കമുള്ള ചിത്രങ്ങൾ, വിജയകാന്തിൻ്റെ തന്നെ നല്ല ഉറവ് അടക്കമുള്ള തമിഴ് ചിത്രങ്ങൾ. അവർ മലയാളത്തിലെത്തിയത് 1987 സാജൻ സംവിധാനം ചെയ്ത നിറഭേദങ്ങൾ എന്ന ചിത്രത്തിലൂടെ. പിന്നീട് കണി കാണും നേരം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. അതിനുശേഷം അവർ തിരക്കുള്ള നായികയായി മാറി. അപ്പു എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായിക അവരായിരുന്നു. മലയാളത്തിലെത്തിയപ്പോൾ അവർ പേര് മാറ്റി സുനിത എന്നാക്കി മാറ്റി. പിന്നീട് കുറേ ചിത്രങ്ങൾ, സ്നേഹസാഗരം അടക്കമുള്ള ചിത്രങ്ങൾ, സത്യനന്തിക്കാട് അടക്കമുള്ള മുൻനിര സംവിധായകരുടെ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. അതെല്ലാം വലിയ ഹിറ്റായി മാറി. മലയാളത്തിൽ എത്തുമ്പോൾ അവർ ചില പിടിവാശികൾ വെച്ചു. തമിഴിലും അങ്ങനെയായിരുന്നു, അവർക്ക് ചില പിടിവാശികൾ ഉണ്ടായിരുന്നു. ഒരിക്കലും ശരീര പ്രദർശനം നടത്തില്ല എന്നായിരുന്നു അവരുടെ പിടിവാശി. പക്ഷേ ആ പിടിവാശി IV ശശി എന്ന സംവിധായകൻ മാറ്റി. ശരീര പ്രദർശനം നടത്താൻ സുനിത നിർബന്ധിതയായത് നീലഗിരി എന്ന ചിത്രത്തിലാണ്, അതും മമ്മൂട്ടിയുടെ മുമ്പിൽ. നീലഗിരി എന്ന ചിത്രത്തിലെ ഒരു രംഗമുണ്ട്. മാർക്കറ്റിൽ കൃഷിസാധനങ്ങളും മറ്റുമൊക്കെ വിൽക്കാനെത്തുന്ന മമ്മൂട്ടി, മുട്ടയും ഇറച്ചിയുമൊക്കെ. അപ്പുറത്ത് സുനിത അവതരിപ്പിച്ച കഥാപാത്രം. മമ്മൂട്ടിയുടെ അടുത്തേക്ക് ആൾക്കാർ പോകുന്നത് തടയാൻ വേണ്ടി സുനിത അവതരിപ്പിക്കുന്ന കഥാപാത്രം തൻ്റെ തുടകൾ കാട്ടും. അത് മനോഹരമായി തന്നെ, വളരെ രസകരമായി തന്നെ IV ശശി ചിത്രീകരിച്ചു. പക്ഷേ ആ ചിത്രത്തിൽ സുനിത സെക്സിയാകില്ല എന്ന പിടിവാശി മാറ്റി. അതാണ് സുനിതയുടെ ചരിത്രത്തിൽ ശരീരം കാട്ടി അഭിനയിച്ച, അല്ലെങ്കിൽ മേനി പ്രദർശനം നടത്തിയ ഏക ചിത്രം. നീലഗിരി വലിയ ഹിറ്റൊന്നും ആയില്ല. ഇൻസ്പെക്ടർ ബൽറാമിന് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി IV ശശി ഒരുക്കിയ ചിത്രമായിരുന്നു നീലഗിരി. അത് വലിയൊരു പരാജയമായി മാറി. എന്തായാലും പിന്നീട് പല പല ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. നന്നായി അഭിനയിക്കാൻ അവർക്ക് അറിയാമായിരുന്നു. വാത്സല്യം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അനുജത്തിയായി നല്ല പെർഫോമൻസാണ് അവർ കാഴ്ചവെച്ചത്. രാജിനെയാണ് അവർ വിവാഹം കഴിച്ചത്. ഒരു കുട്ടിയുണ്ട് അവർക്ക്, ശശാങ്ക് എന്നാണ് ആ കുട്ടിയുടെ പേര്. പിന്നീട് അവർ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല, സിനിമയ്ക്കുപരി അവർ അറിയപ്പെടുന്ന ഒരു ക്ലാസിക്കൽ നർത്തകിയാണ്. നന്നായി നൃത്തം ചെയ്യും. ഭരതനാട്യത്തിൽ നല്ല പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 3-ാം വയസ്സിലാണ് അവർ നൃത്തം ചെയ്ത് തുടങ്ങിയത്. 11-ാം വയസ്സിൽ അരങ്ങേറ്റം നടത്തി. അങ്ങനെ നൃത്തരംഗത്ത് അവർ സജീവ സാന്നിധ്യമാണ് ഇന്ന്. സുനിത തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത് വിദ്യ എന്നാണ്. തമിഴിലും കന്നഡയിലും തെലുങ്കിലും. മലയാളത്തിൽ അറിയപ്പെടുന്നത് സുനിതയാണ്. മുകേഷിൻ്റെയും സിദ്ദിഖിൻ്റെയും ഒക്കെ നായികയായി ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു അവർ. പക്ഷേ അവർക്ക് മേനി പ്രദർശനം കാട്ടേണ്ടി വന്നത് മമ്മൂട്ടിക്ക് മുന്നിലാണെന്ന് മാത്രം.